അപ്പ ചങ്ങൈമാരെ അങ്ങനെ മുംബൈയിലെത്തി. ഇനി മുംബൈയിലെ കാഴ്ചകൾ. ഞങ്ങളുള്ളത് CST റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയകാല കെട്ടിടങ്ങൾ കാണാം. ടാക്സി പിടിച്ച് റൂമിനടുത്തെത്തി. റൂം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഞങ്ങളെടുത്തു. ലഗേജും സാധനങ്ങളൊക്കെ റൂമിൽ വെച്ച് ഞങ്ങളാണ് ഇറങ്ങി. അടുത്ത പരിപാടി ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് വെറൈറ്റികൾ. ഒരുത്തതാ ഫുഡ്സ് കൊണ്ട് ചിത്രപ്പണി എടുക്കണം. മുഹമ്മദ് അലി സ്ട്രീറ്റിലെ ഒരു പേര് കേട്ടൊരു കഫേയിലാണ് ഞങ്ങളിൽ ഇപ്പോൾ. വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ മുംബൈ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അത് ഞങ്ങൾ ആദ്യ പ്ലാൻ. ഇവിടുത്തെ ഒരു നവാബി ഷവർമ പൊളി ഐറ്റം. ഫുഡ് സ്പോട്ട് ഇഷ്ടം പോലെ. നല്ല ഹൈജീനായി കണ്ടില്ല ഏകദേശം സ്പോട്ടൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. മുംബൈ സ്ട്രീറ്റിലൂടെയുള്ള നടത്തം അതൊന്നൊന്നര വൈബ് തന്നെ. നല്ല ഹെവി ട്രാഫിക്കാണ് മുംബൈ. ഇവിടെ വന്ന് ടാക്സി പോവുകയാണെങ്കിൽ ആദ്യം പൈസ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വണ്ടി കയറിയാൽ മതി. പലരും പല റേറ്റാണ്. ആ കാണുന്നതാണ് മുംബൈ ഹൈക്കോർട്ട്. പോലീസ് സ്റ്റേഷനും അടുത്താണ്. എല്ലാം കാണണമെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങേണ്ടതിന്. ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരം, വിനോദസഞ്ചാരികളുടെ പറുദീസ താജ് ഹോട്ടൽ. അടുത്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന സ്ഥലം. എല്ലാവരും ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത സ്ഥലം തപ്പി ഇറങ്ങി. എല്ലാവരും നീട്ടിയാണ് നടന്ന് മറൈൻ ഡ്രൈവാണ് പിടിച്ച്. ഇരുട്ടാവണീന് മുന്നേ അങ്ങനെ ബീച്ചിലെത്തി. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി. പ്രതീക്ഷിക്കാത്തൊരു ചാറ്റൽ മഴ. ചുട്ടുകൊള്ളുന്ന സമയത്ത് ഒരു ചെറിയ മഴ. അതൊരു വൈബ് തന്നെ. ഫാഷൻ സ്ട്രീറ്റ് പോയപ്പോൾ ഏത് സാധനത്തിന് ഓരോ 1000 പറഞ്ഞാൽ ഞങ്ങൾ 100 പറയുള്ളൂ. അവിടെ നാട്ടിൽ എല്ലാവരും ഏതോ എൻ്റെ അളവെടുക്കൽ. പാൽപ്പേടൻ്റെ ഒരു വെറൈറ്റി അടിപൊളി. അധോലോക നായകന്മാരുടെ ബോംബെയിലൂടെയുള്ള രാത്രികാല സഞ്ചാരം. റൂമിലെത്തി ഉറക്കം പിടിച്ച് നാളെ നാട്ടിൽ പിടിക്കാനാണ്. റിട്ടേൺ ട്രെയിൻ ടിക്കറ്റൊക്കെ ആദ്യം തന്നെ ബുക്ക് ചെയ്തതിന്. എല്ലാവരും വർക്കൊക്കെ ഒഴിവാക്കി പോകുന്നതിന്. കൂടുതൽ ദിവസം തങ്ങൾ ബുദ്ധിയല്ല. മുംബൈ ഇഷ്ടം പോലെ കാണാണ്ട്. ഞങ്ങളെ സമയപരിധിക്കുള്ള ഏകദേശം സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങളെ യാത്ര അവസാനിപ്പിച്ചു. ഇപ്പൊ കഴിഞ്ഞു. ഭയങ്കര സങ്കടം. അതെന്താ പറയല്ലേ? നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത യാത്രയിൽ ഇനിയും കാണാം.